വായന മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് നാം സ്ഥിരമായി കേൾക്കുന്ന വാദമാണ്. പക്ഷേ ആലുവ കുട്ടമശ്ശേരിയിലുള്ള യുവജന വായനശാലയിലെത്തിയാൽ നമ്മൾ ഉറപ്പിച്ചു പറയും ആ വാദമെല്ലാം തെറ്റാണ് എന്ന്. ലോകവാർത്തകളും നാട്ടിലെ വാർത്തകളുമെല്ലാം അറിയുന്നതിന് ടിവിയും നവമാധ്യമങ്ങളുമെല്ലാം ഇന്ന് ഉണ്ടെങ്കിലും വായനയുടെ രുചിയറിഞ്ഞവർ വാർത്തകൾ വായിക്കുവാൻ ആദ്യം എത്തുന്നത് കുട്ടമശ്ശേരിയിലെ യുവജന വായനശാല ഒരുക്കിയ കോർണറിലാണ്. അതിരാവിലെ തന്നെ പത്രവായനക്കാരുടെ തിരക്കാണ്. അതിരാവിലെ എത്തുന്ന പത്രവായനക്കാർക്കായി രാവിലെ 6 മണിയോടെ തുറന്നിടുന്ന വായനശാല രാവിലെ 10 മണി വരെ പ്രവർത്തിക്കുന്നു. വൈകിട്ട് 5 മണിക്ക് തുറന്ന 9:30 മണി വരെയും പ്രവർത്തിക്കുന്നു. ഇംഗ്ലീഷ് പത്രങ്ങൾ ഉൾപ്പെടെ 10-ലധികം പത്രങ്ങൾ ഉള്ളതിനാൽ രാവിലെ തന്നെ വായനക്കാരുടെ തിരക്കാണ് ഇവിടെ. ലൈബ്രറി പ്രസിഡന്റ് VV മൻമഥന്റെ വാക്കുകളിലേക്ക്. 1948 പ്രവർത്തനം ആരംഭിച്ച ഈ വായനശാല 1952 ഈ കെട്ടിടത്തിലേക്ക് മാറ്റിയതിനു ശേഷം ഭാരതത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കുടുംബസമേതം ഈ വായനശാല സന്ദർശിക്കുകയുണ്ടായി. അതുവഴി ചരിത്രത്തിൽ ഇടം നേടിയ വായനശാലയാണിത്. 3 മുൻ പ്രധാനമന്ത്രിമാർ, നമ്മുടെ 3 മുൻ പ്രധാനമന്ത്രിമാർ സന്ദർശിച്ച ഏക ലൈബ്രറി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വായനശാലയെ ഇത് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ഈ വായനശാല കഴിഞ്ഞ 72 വർഷമായി സ്തുത്യർഹമായ രീതിയിലാണ് നമ്മുടെ ഈ നാടിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ ജനജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും സ്പർശിക്കുന്ന വിധത്തിലാണ് വായനശാലയുടെ പ്രവർത്തനം. അത് കോവിഡ് കാലത്തായിക്കൊള്ളട്ടെ, വെള്ളപ്പൊക്ക കാലത്തായിക്കൊള്ളട്ടെ, എല്ലാം ഈ നാടിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും നേതൃത്വം നൽകിയത് ഈ വായനശാല കേന്ദ്രീകരിച്ചാണ്. ത്രിതല പഞ്ചായത്തുകളുമായി സഹകരിച്ചുകൊണ്ടും സർക്കാരുമായി സഹകരിച്ചുകൊണ്ടുമൊക്കെ ആ പ്രവർത്തനം വൻ വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1948 ജൂൺ 16 കുട്ടമശ്ശേരിയിലെ ഒരു ചായക്കടയിലാണ് യുവജന വായനശാല പിറവിയെടുത്തത്. നിലവിൽ 20,000-ലധികം പുസ്തകങ്ങളുമായി കുട്ടമശ്ശേരി ഗ്രാമത്തിന്റെ വിളക്കായി നിലകൊള്ളുന്നു ഇന്ന് ഈ വായനശാല. ആദ്യ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ 3 പ്രധാനമന്ത്രിമാർ സന്ദർശിച്ച വായനശാല കൂടിയാണ് കുട്ടമശ്ശേരി യുവജന വായനശാല. മാത്രമല്ല ആലുവ താലൂക്ക് തലത്തിൽ പഴക്കമുള്ള ലൈബ്രറികളിൽ ഒന്നാണ്. കുട്ടമശ്ശേരി ഗ്രാമത്തിന്റെ പ്രകാശമായി ഇന്നും നിലകൊള്ളുന്ന യുവജന വായനശാലയുടെ പ്രസിഡന്റ് VV മൻമഥനും സെക്രട്ടറി PB ബാബുരാജുമാണ്.